ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, രാവിലെ നമ്മൾ വല വലിക്കാൻ പോവുകയാണ്. വെളുപ്പിന് അതൊരു 3 മണിയൊക്കെ ആയപ്പോൾ അച്ചാച്ചനും അമ്മച്ചിയും കൂടെ പൊടിമീൻ പിടിക്കാൻ വേണ്ടി 32ൻ്റെ വല, 36ൻ്റെ വല അവർ നീട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് തന്നെയാണ് നീട്ടുന്നത്. പരല്, പള്ളത്തി, അറഞ്ഞിൽ, ചില്ലാൻ പോലുള്ള മീനുകൾ കിട്ടാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ പൂളി ഉണങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് 1-2 പേര് പൊടിമീൻ ഉണങ്ങിയത് കിട്ടുമോയെന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വലയിട്ടത്. അപ്പോൾ അതെ അച്ചാച്ചൻ എന്താണ്ട് അവിടെ ഇന്നലെ വെട്ടിയ മീനൊക്കെ ഉണങ്ങാൻ പറ്റുന്നുണ്ട്. ഞാൻ അച്ചാച്ചൻ അമ്മച്ചിയും കൂടെ ഇട്ട വല വലിക്കാൻ പോകും. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. കട്ടയിൽ ഒതുങ്ങത്തില്ല ചമീൻ. ഇതെല്ലാം നല്ല ചൂടടിക്കും. ഒരു കുറുവാപ്പരല്, ഒരു പള്ളത്തി, മഞ്ഞപ്പള്ളത്തി, പിന്നെയും കുറുവാപ്പരല്, പിന്നെയും കുറുവാപ്പരല്, ഒരു പൂല, ഉരുളമ്പരൽ. മീനെടുക്കുമ്പോൾ കാണിച്ചു തരാം ഉരുളമ്പരലും കുറുവപ്പരലും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഉരുളമ്പരലാണ്. അറിഞ്ഞു ഉരുളമ്പരൽ. ഇത് വാലേക്കുടിയും പറ്റും. ഉരുളമ്പരൽ, വള്ളത്തി, വള്ളത്തി അങ്ങനെ അധികം ഇല്ലല്ലേ ചാ? വള്ളത്തി മഞ്ഞ മാത്രമേ കാണുന്നു. പൂളാരുണ്ട്, 3 വരെയായി. പറക്കണ നല്ല അടിപൊളിയായി. അത് കടിക്കുന്നതാടാ. അതിന്റെ പല്ലില് ഇത് ഉടക്കുന്ന ചെറിയ മീൻ തിന്നാൻ വരുന്ന പൂളവൻ. അപ്പൊ അതിന്റെ പല്ല് അറിഞ്ഞത്, അതിന്റെ പല്ല് വലയിൽ കയറി ഉടക്കുന്ന അതങ്ങാണ്ട് മുട്ടിക്കിടന്ന് അങ്ങോട്ട് പോയത്. വള്ളത്തിയുടെ എണ്ണ ഉള്ളു കേട്ടോ, തൂക്കം വരുമ്പോൾ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ, വള്ളത്തി കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ച് വള്ളത്തി പിടിച്ച് ഞാൻ പിടിച്ചുകൊണ്ട് ചോദിച്ചാൽ അതിനുള്ള അളവ് വള്ളത്തിയൊന്നും ഇല്ല കേട്ടോ. കടവിൻ്റെ വാതിക്കെ പരല് കാണണ്ട, ഉടക്കിയവൻ നമുക്ക് വിടാവും. ആദ്യമാകുന്നെങ്കിൽ പിടിച്ചെടുക്കും. പിന്നെയും വള്ളത്തി. ഓടി കഴിയുമ്പോൾ കടയുണ്ട്, അവിടെ പരല് കാണാണ്ടായിരുന്നു. മുതുകില്ല, ഉറക്കം തോന്നി എന്നൊക്കെ പറയുന്നു.
നേരത്തെ വന്നില്ല ഇവിടെ അവസാനക്കാരൊക്കെ. കടവില്ലൊക്കെ നീ ഉള്ളത് പൂള ഇങ്ങോട്ടോ പൂള ഇങ്ങനെയുണ്ട് പൂള. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ അധികം മീൻ കിട്ടിയിട്ടുണ്ട്. അധികം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഇനം മീനുകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പള്ളത്തി, പരൽ തന്നെ മൂന്ന് ടൈപ്പ് പരലുണ്ട്. പിന്നെ അറിഞ്ഞിലുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ മുതുകിലുണ്ട്. പിന്നെ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലേലോക്കൻ, അല്ലെങ്കിൽ ഊളകൻ എന്നൊക്കെ പറയുന്ന മീനുണ്ട്. ഇത് സാധാരണ പകൽ അങ്ങനെ അധികം കിട്ടാത്തതാണ്. പക്ഷേ ഇന്നൊരു 4-5 എണ്ണം കിട്ടിയിട്ടുണ്ട്. മറക്കാൻ നല്ല അടിപൊളി മീനാണ്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ വീട്ടിൽ ചെന്ന് ഊരിയിട്ട് കാണിക്കാം, ഏതൊക്കെ മീൻ, ഏതൊക്കെ ടൈപ്പ്. ഇത് ഏകദേശം ഒരു കിലോ വല കഷ്ടിയേ ഉള്ളൂ. 1 കിലോ വലയിൽ ഏകദേശം ഒരു 1.5 കിലോ മീനുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഊരി കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഒറ്റ വെടിയും ലാശ് ചെയ്യുക. അതായത് വല ഉൾപ്പെടെ വലിച്ചു വെക്കുക എന്നാണ് ഉദ്ദേശം. മീൻ എടുക്കുക, വല തെളിച്ച് വെക്കുക. അധികം ചവറില്ലാത്തത് കൊണ്ട് നമുക്ക് ഈസിക്ക് തെളിച്ചും വെക്കാൻ പറ്റും. പൊടിമീൻ ഇതാണ് നമ്മൾ പറഞ്ഞ 3 ടൈപ്പിൽ രണ്ടാമത്തെ ടൈപ്പ് പരൽ, ഉരുളൻ പരൽ. കുറച്ച് ഉരുണ്ടിരിക്കും, മറ്റേതുമായിട്ട് ഇതിന് വീതി കുറവായിരിക്കും, വലിപ്പം കുറവായിരിക്കും.
ഇതാണ് നമ്മുടെ നാട്ടിൽ അറിഞ്ഞില്ലെന്ന് പറയുന്ന മീൻ. ഈ പൊടിവല ഇട്ടാനുള്ള ഗുണമാണത്. അതായത് ഈ അളവിൽ കിട്ടാവുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിഷ്, അതായത് വ്യത്യസ്തമായ മീനുകൾ നമുക്ക് ഈ വലയിൽ കിട്ടും. ഒന്നിച്ച് മുളകിൽ കറി വെച്ചാൽ, അതായത് പരൽ, പള്ളത്തി, അറിഞ്ഞിൽ, പുളകൻ എല്ലാം കൂടെ ഒന്നിച്ച് കറി വെച്ചാൽ വ്യത്യസ്തമായ ടേസ്റ്റും കിട്ടും, നല്ല അടിപൊളി ഒരു കറിയും കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ 3 വ്യത്യസ്തമായ പരലുകളിൽ മൂന്നാമത് വന്നുകൊണ്ടാണ് കേട്ടോ, മൂന്നാമെന്നാണ്. ഇതാണ് കുറുവപ്പരൽ. പക്ഷേ ഇതിൻ്റെ വലിപ്പം ഇത്രയല്ല, ഇത് ഏകദേശം 1/2 കിലോ വരെ ആകുന്ന മീനാണിത്. ഇതാണ് തൂളി. ആൾക്കാരൊക്കെ പറയും ഇത് കൊള്ളുകയില്ല എന്ന് പറയും. നല്ല മുഴുത്ത തൂളി, മുള്ളു കൂട്ടി, അതായത് മുള്ളു ഒഴിവാക്കി കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് ടേസ്റ്റുണ്ട്. അത് ഫ്രഷായിട്ട് കഴിക്കണം. ഉണങ്ങിയാൽ നല്ല അടിപൊളിയാണ്. ഉണങ്ങി വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളു പൊടിഞ്ഞു പോവും. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റുന്ന മീനാണ്. അത് തന്നെയല്ല, വളരെ ചീപ്പായിട്ട് മേടിക്കാൻ പറ്റുന്ന മീനുമാണ്. ഒരു കടവിലൊക്കെ ഉള്ളായിരുന്നു. ഇതാണ് ഒരു പൂളാൻ കയറി വരുന്നുണ്ട്. പൂളകൻ. അതെടുത്തോളാം. ഇതുണ്ടതേ വെറുതെ പുതിയ കിടക്കുക. എൻ്റെ പല്ല് ആണ്. ഇതിനകത്ത് ഉടക്കുന്ന മീനെ തിന്നാൻ വേണ്ടി വരുന്നതാണ്. ചെറിയ മീനാണെങ്കിൽ അസാധ്യ വലിപ്പമുള്ള വായ ഇതിൻ്റെ. കണ്ടോ, ആ ഗ്രിപ്പൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതാണ് നമ്മുടെ നാട്ടിൽ മുതുകില, ഉറക്കം തൂങ്ങി എന്നൊക്കെ പറയുന്ന പേരുള്ള മീൻ. ഇതുണ്ടോ, കടലിലെ ഹമൂറിൻ്റെ ഷേപ്പുള്ള മീനാണിത്. പക്ഷേ ഇത് ഇത്രയൊക്കെ വലിപ്പമാകത്തുള്ളൂ. മറ്റേത് അങ്ങനെയല്ലല്ലോ, ഭയങ്കര വലിപ്പമാവും. നമ്മളിതിന് കായൽ ഹമൂർ എന്നൊക്കെ നേരെ പേരിട്ടായിരുന്നു. മറ്റ് പലരും ആ പേരുകളിപ്പം ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് പലരും. എൻ്റെ ഒരു അറിവിൽ ഞാനാണ് ആ പേര് ആദ്യം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരാ പറഞ്ഞിട്ടുള്ളെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് മുതുകിൽ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയെല്ലാം തെളിക്കുകയും ചെയ്ത് മീനും എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും മീനൊക്കെ ഇവിടെ വലയിൽ നിന്ന് വീണിട്ടുണ്ടാവും, അധികം മുടക്കാത്തത്. അത് നമ്മൾ എടുത്തില്ലെങ്കിൽ ചീഞ്ഞ് മണക്കും. അങ്ങനെ വീണ 3 മീനുണ്ട്. അതായത് 2 പൂളവനും 1 ഉരുളം പരലും. അവിടുത്തെ പ്രിയ സുഹൃത്തുക്കൾ, നമുക്ക് കിട്ടിയ മീനാണ് ഇത്ര മീനുണ്ട്. ഒന്ന് കഴുകാതെ. കുട്ടിയെ പൊട്ടയുടെ കഴിയുമ്പോൾ തന്നെ 13-14 ചുരുമ്പിൽ കണ്ടതേ. ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ. അതായത് പൂളകൻ, കുറുവാപ്പരൽ, പാലേക്കുടിയൻ പരൽ, ഉരുളം പരൽ, പള്ളത്തി, മഞ്ഞപ്പള്ളത്തി, വെള്ളപ്പള്ളത്തി, അറിഞ്ഞിൽ, മുതുകില, തൂളി, ചെറിയൊരു തൂളി, 2 തൂളിയുണ്ട്, പിന്നെ മുതുകില. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇന്ന് കിട്ടിയ മീൻ. നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് വലയിട്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. 3 മണി തൊട്ട് ഒരു 9 മണി വരെ ഉണക്കിയ മീനാണ്. പകൽ
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വലിയ മീൻ മാത്രം പിടിച്ചാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് പൊടിമീനോടെ പിടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.